നമസ്കാരം, ഗുഡ് മോർണിംഗ്. നൗഷാദക്കയിലാണ്. ഞങ്ങളിപ്പോൾ ധർമ്മസ്ഥലയിലാണുള്ളത്. മനാഫിൻ്റെ കൂടെ നിങ്ങൾക്കറിയാമല്ലോ, ധർമ്മസ്ഥല ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, നിരവധി വിഷയങ്ങൾ നാട്ടിൽ നല്ലതും ചീത്തയും സമുദായത്തിനെയും ജനങ്ങളെയും സമൂഹത്തിനെയൊക്കെ വേർതിരിച്ചുകൊണ്ടും നശിപ്പിക്കാനും പരസ്പരം അടിപ്പിക്കാനും ഒക്കെ പല ആളുകളും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഉച്ചക്ക് SITയുടെ മുമ്പിൽ ഹാജരായതാണ് ശ്രീ മനാഫ്. അതിനുശേഷം മനാഫ് ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് സമയം കിട്ടിയപ്പോൾ രാവിലെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു. കൂടെ ഞാനും അൽബാബുവാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ്. നമ്മളിത് ഈ വീഡിയോ ഇതിൽ പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, നാട്ടിൽ കേരളത്തിൽ പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു കൃത്യവ്യക്തിയും സത്യസന്ധമായിട്ട് SIT അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വളരെ സത്യസന്ധമായിട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ബാക്കി മനാഫ് നമ്മളോട് സംസാരിക്കും. നമസ്കാരം, ഞാൻ മനാഫ്. ഇന്നലെ ഒരു മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ്. അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇവർക്കൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം. മറ്റൊരു തരത്തിൽ പുറത്തുള്ള ഊഹാപോഹങ്ങളൊന്നും ഈ വിഷയത്തിലില്ല. അതാണ് സത്യാവസ്ഥ. പിന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയും അതിൻ്റെയൊക്കെ ഒരു നേരം വൈകലാണ് ഈ ചോദ്യം ചെയ്യലിലുള്ളത്. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശുഭപ്രതീക്ഷ ഉണ്ട് എനിക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ രീതിയിലാണ്. അതെ അതെ, SIT സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടിയാൽ നമ്മളെല്ലാവരുടെയും ആശങ്ക തീരും. അതെ, അതിന് അതിൻ്റെതായ സമയം എടുക്കും. അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ SITൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഇടയിലാണ് ഇപ്പം പുതുതായിട്ട് അസ്ഥികൂടങ്ങൾ കിട്ടിയ ആ വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ. നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെ എന്താവുള്ളൂ, SITൻ്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല ശുഭപ്രതീക്ഷ ഉണ്ട്, കൂടെയുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിൽക്കുക, സത്യം ജയിക്കുന്ന ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.